ഇത്തവണ നാം പരിചയപ്പെടാൻ പോകുന്നത് പെരിയാർ ടൈഗർ റിസർവിനുള്ളിലെ ഗവി വനമേഖലയെക്കുറിച്ചാണ്. പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ജൈവ പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഗവി. ഗവിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിലുള്ള ഗവി സമുദ്രനിരപ്പിൽ നിന്നും 3400 മുതൽ 5000 അടി വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം മധുര ദേശീയപാത വണ്ടിപ്പെരിയാറിൽ നിന്നും 28 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗവിയിലെത്താം. രാജ്യത്തെ തന്ത്രപ്രധാന വനമേഖലയിൽ ഒന്നുകൂടിയായ ഇവിടത്തേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ട മലനിരകളിലെ നിത്യഹരിത വനങ്ങളിൽപ്പെട്ട ഇവിടം നിരവധി അപൂർവ ഇനം സസ്യങ്ങളുടെ കലവറയാണ്. കൂടാതെ അത്യപൂർവങ്ങളായ നിരവധി ഔഷധ സസ്യങ്ങളും ഈ കാട്ടിൽ വളരുന്നു. ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഏകദേശം 900 ഹെക്ടർ സ്ഥലത്താണ് ഇവിടെ ഏലം കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇതിൽ 100 ഹെക്ടർ സ്ഥലത്തെ ഏലമാണ് പ്രധാനമായും ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. ഈ തോട്ടങ്ങളിൽ നിന്നെല്ലാം ശേഖരിക്കുന്ന ഏലം ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചുള്ള ക്യൂറിംഗ് യൂണിറ്റിലാണ് ഏലം ഉണങ്ങിയെടുക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ ഏലത്തിൻ്റെ സുഗന്ധം ഇവിടെ എല്ലാം വ്യാപിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പോയി കാണാം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഏലം പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റാണിത്. ഏകദേശം 1500 കിലോയോളം ഏലം ഇവിടെ ഒരു ദിവസം പ്രോസസ്സ് ചെയ്യാം. ഇവിടെ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ വളരെ നല്ല സുഗന്ധമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് ഉണങ്ങിയ ഏലമാണ്. ഇത് ഇനി തേച്ചെടുക്കുക എന്നൊരു പ്രോസസ്സാണ് നടക്കുന്നത്. ഇതിൻ്റെ ഈ ചെറിയ പൊറ്റലും പൊടികളും എല്ലാം ഇതിൽ കളഞ്ഞ് പ്രോസസ്സ് ചെയ്ത് എടുക്കും. എന്നിട്ടാണ് ഇവിടെ നിന്ന് ഏലം വിൽപ്പനയ്ക്കായി KFDC കൊണ്ടുപോകുന്നത്. പോളിഷ് ചെയ്തെടുത്തിട്ടുള്ള ഏലമാണ്. പോളിഷ് ചെയ്യാനുള്ള മെഷീനാണ് കാണുന്നത്. അത് മെഷീൻ കൈകൊണ്ടും മോട്ടർ കൊണ്ടും പ്രവർത്തിപ്പിക്കുന്ന മെഷീനാണ്. അപ്പോൾ അതിനകത്ത് പൂവ് അങ്ങനെയുള്ള എല്ലാ അവശിഷ്ടങ്ങളെല്ലാം അതിൽ നിന്ന് എടുത്ത് അതിൽ നിന്ന് പോയി കഴിഞ്ഞ് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യും. നല്ല പച്ച ഏലക്ക, തോട്ടത്തിൽ നിന്ന് ശേഖരിക്കുന്ന ഏലക്ക ഉണങ്ങാനായിട്ട് ഇവിടെയാണ് എത്തിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ഏലക്ക ഈ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഈ പാത്രത്തിലാക്കിയതിന് ശേഷം പ്രത്യേക ടെമ്പറേച്ചറിൽ ഉണക്കുന്നു. നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് നോക്കാം. ശ്രീലങ്കയിൽ നിന്നും അഭയാർത്ഥികളായി എത്തിയ 250 കുടുംബങ്ങളെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇവിടെ കുടിയിരുത്തിയിരുന്നു. 1960 മുതൽ ആരംഭിച്ച ഏലകൃഷി ഈ അഭയാർത്ഥികൾക്ക് വേണ്ടിയാണ് സർക്കാർ ഇന്നും തുടരുന്നത്. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാതെ ഉൽപ്പാദിപ്പിക്കുന്ന ഏലം പ്രധാനമായും ഔഷധ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്.
സഖ്യപർവ്വത നിരയിലെ കന്യാവനങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഗവി. ഇവിടുത്തെ ആനത്താരകളാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രം. 100 കണക്കിന് ആനകൾ മേയുന്ന ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മോടൊപ്പം ഈ വഴി കാണിക്കാനായിട്ട് ഗൈഡ് നാരായണനുണ്ട്. ആനകൾ മേയുന്ന ഒരു പ്രത്യേക പ്രദേശം തന്നെയാണിത്. ആനകളുടെ കാൽപ്പാടുകൾ ഇവിടെ കാണാം. നമുക്ക് ഒന്ന് നടന്നു നോക്കാം. രണ്ടും കൂട്ടം കൂടി ചേർന്ന് ഇവിടെ എത്താറുണ്ട്. ഇത് ആനകൾ സ്ഥിരം നടക്കുന്ന ഒരു വഴിയാണല്ലേ? എത്രത്തോളം ആനകൾക്കാണ് ഇവിടെ? അല്ലേ, ഈ തമിഴ്നാടും ഇതുമായിട്ട് ഇങ്ങനെ ചേർന്നാണ്. ആ, ഇവിടെ ആന മാത്രമേ കടുവയും കാണുള്ളൂ അല്ലേ? പെരിയാർ ടൈഗർ റിസർവിലെ ഗവി വനമേഖല ജന്തുസമ്പത്ത് കൊണ്ട് സമ്പുഷ്ടമാണ്. നിരവധി ഇനം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ മരത്തിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സിംഹവാലൻ കുരങ്ങുകളാണ്. രാത്രിയായി കഴിഞ്ഞു. പെരിയാർ ടൈഗർ റിസർവിലെ കടുവകൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 2 കടുവകൾ ഈ ചതുപ്പ് നിലത്തൂടെ പാസ് ചെയ്തതിൻ്റെ കാൽപ്പാടുകൾ കാണാം. ഈ ഇത്തരം പക്മാർക്കുകൾ രേഖപ്പെടുത്തിയാണ് വനമേഖലയിൽ എത്ര കടുവകളുണ്ടെന്ന് വനപാലകർ മനസ്സിലാക്കുന്നത്. കടുവ സെൻസസിന് കൂടുതലായി ഉപയോഗിക്കുന്നത് ചെളിപ്രദേശത്തുകൂടി ഇങ്ങനെ കടുവകൾ കടന്നു പോകുന്നതിൻ്റെ പക്മാർക്കുകളാണ് രേഖപ്പെടുത്തുക. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ ഗവിയിൽ കടുവ, പുലി, വരയാട്, കാട്ടുപോത്ത് തുടങ്ങി നിരവധി ഇനം ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്